നേരത്തെ CPIയുടെ പല നേതാക്കളും നടത്തുന്ന വിമർശനം CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ കഴിവില്ലായ്മയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന രീതിയിലൊക്കെ CPI പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എത്രത്തോളം ഗുരുതരമാണ് രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ CPIഎമ്മിന്റെ ആയാലും CPIയുടെ ആയാലും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിൽ, രാഷ്ട്രീയ പൊളിറ്റിക്കൽ റെസൊല്യൂഷനിൽ വളരെ കൃത്യമായി തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കണം എന്നത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതൊരു കാവ്യവൽക്കരണമാണ്, ഇതൊരു വർഗീയവൽക്കരണമാണ്, ഇതൊരു മതേതരത്വ സംവിധാനത്തിന് തകർക്കാനുള്ളൊരു നീക്കമാണ്, RSS ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു നീക്കമാണ് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ CPMന്റെയും CPIയുടെയും ഈ രാഷ്ട്രീയ പ്രമേയത്തിൽ വളരെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് CPIM ആയാലും CPI ആയാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്. ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ പ്രാദേശിക സർക്കാരുകൾ, അവിടുത്തെ ഭരണകൂടങ്ങൾ ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അവിടെ CPIM ആയാലും CPI ആയാലും എടുത്തിട്ടുള്ള വളരെ ശക്തമായ നിലപാട് എന്നത് അതിനെതിരെയുള്ളൊരു നിലപാടാണ്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അവിടെ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമുണ്ട്. അതാണ് CPIയെ ഈ വിഷയത്തിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടുമായി CPI മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.